ഏറ്റവും പുതിയ മാർച്ച് മാസത്തെ പെൻഷൻ അറിയിപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തെ വിതരണം മാർച്ചിലാണ്. മാർച്ചിൽ 1600 രൂപ, ഏപ്രിലിൽ 3200 രൂപ. രണ്ടാഴ്ചക്കകം 4800 അക്കൗണ്ടിൽ വന്നു ചേരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും. അർഹതയില്ലാത്ത 10 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ അർഹതയുള്ളവർക്ക് മാത്രമാണ് കിട്ടുള്ളൂ. സർക്കാർ പറയുന്ന അതാത് രേഖകൾ അതാത് സമയത്ത് സമർപ്പിക്കുക. വിധവ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റും ഭിന്നശേഷി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും, വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ 60 വയസ്സിന് മുകളിൽ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കണം. ഹാജരാക്കിയവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുള്ളൂ. 3 മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എത്തിച്ച് നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അറിയിപ്പ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ധനകാര്യമന്ത്രിയും ഇതിനെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കൂട്ടാൻ പോകുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് വരുന്നത്. 1800 വന്നാലും അത്ഭുതപ്പെടേണ്ട. ഇത് ഇലക്ഷനൊക്കെ മുന്നോടിയായിട്ട് ആണ് ഇത് ചെയ്യുന്നത്. സർക്കാരിന് തിരിച്ചടി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അതിനു മുമ്പ് എന്തായാലും ക്ഷേമ പെൻഷൻ കൂട്ടും. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. നന്ദി, നമസ്കാരം.